ஆண்டவருடைய நாமம் மகிமைப்படுமாറാകട്ടെ. ആണ്ടവർക്ക് നമുക്ക് സ്തോത്രം പണ്ണാം. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുക ഈ കർത്തവസ്തുനായി നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ വാസിക്കാൻ പോകുന്നത് എപ്പിസോഡ് 133 താൻ. എപ്പിസോഡ് 133 എണ്ണ എണ്ണി എഴുതിയിരിക്കുന്നത് നമ്മൾ അത് ഫിലിപ്പിയ പുസ്തകം 3:19 വചനം താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. 3:19 വാസിച്ചിട്ട് 19 വാസിക്കാം. ഇത് നമ്മൾ ബൈബിൾ സ്റ്റഡി താൻ. എന്തോത്തിൻ്റെ ബൈബിൾ സ്റ്റഡി താൻ? ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ആണ്ടവർ നമുക്ക് വചനമായിട്ട് എന്നാ പേശുന്നത് നമുക്ക് ഇങ്ങനെ ഇത് വാസിക്കുമ്പോൾ നമുക്ക് പഠിച്ചിടാം. നമുക്ക് പാക്കലാം ആണ്ടവർ നമ്മളോട് എന്നാ പേശുന്നത്. അന്നേരം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമമാക്കിയിടാം, അല്ലെങ്കിൽ നമുക്ക് ശരിപ്പെടുത്താം. കാരണം ആണ്ടവർ നമുക്ക് വചനം തന്ന് നമ്മളെ എന്നാ பண்ணுவா, നമ്മളെ ആത്മാവിൽ ബലം പ്രാപിപ്പാൻ തക്കോണം ആണ്ടവർ നമ്മളോട് പേശുവാണ്. അതെല്ലാം ഇത് നമുക്ക് വചനം നമ്മൾ വാസിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്നാ கிடைக்கும்? ആത്മാവിൽ ബലം கிடைക്കും. ആത്മാവിൽ ബലം கிடைക്കുമ്പോൾ നമ്മൾ ആണ്ടവർക്ക് വേണ്ടി നമ്മൾ എന്നാ പണും? ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ 18 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് വാസിച്ചിട്ട് നമുക്ക് 19 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ അവർ അനേക ക്രിസ്തുവിൻ്റെ ക്രൂശിനസ്തുക്കളായി നടക്കുന്നു. നമുക്ക് തിരിയണം. ഇത് ഫിലിപ്പിയയിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് എഴുതുന്ന ലേഖനം താൻ. അതായത് പൗല് ഫിലിപ്പിയ വിശ്വാസികൾക്ക് വേണ്ടി, അവിശ്വാസികൾക്ക് വേണ്ടിയല്ല. അതായത് വിശ്വാസികൾ ആണ്ടവരെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് അവരെ സഭയിലെ മെമ്പേഴ്സാണ്. അവർ ചെയ്യുന്ന തപ്പുകളെ പറ്റിയാണ് ഇങ്ങനെ പൗലോസ് ചൊല്ലുന്നത്. എന്നാ ആ പൗലോസ് എന്നെ ചൊല്ലുന്നത്? നമ്മുടെ സഭയിൽ അനേകം പേർ ഇപ്പടി ഇരിക്കെ അവർ എന്നാ ചെയ്ത നമ്മൾ 18 വാക്യം ക്രിസ്തുവിൻ്റെ ക്രൂശിനെതിരെ അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിനെതിരെ, അതായത് അവർ ശരിക്കും ആണ്ടവരെ വിശ്വസിക്കാതെ അവരെന്നാ പറ്റിയിരിക്കെ സഭയിൽ കയറിയിരിക്കുക. അതായത് ആണ്ടവരുടെ വചനം പഠിക്കാതെ അവർ സഭയിൽ നിൽക്കരുത്. എന്നിട്ട് അവർ പൈസ മൂലമോ ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവർ കൊണ്ടുവന്നിട്ട് അവരെ ആ സഭയിൽ ആധിപത്യം സ്ഥാപിക്കുക. അതായത് ആണ്ടവർക്ക് എതിരായിട്ട് കാര്യങ്ങൾ പണുക. ആണ്ടവർക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അവർ ക്രിസ്തുവിന് അല്ലെങ്കിൽ അവർ ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങളെല്ലാം ചെയ്ത് 19 വാക്യത്തിൽ కొంచెం കൂടെ അത് നമുക്ക് ക്ലിയർ ആയിടും. അത് മാത്രമല്ല, ക്രൂശ് മക്കൾ നടക്കുന്നു. ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു, ശത്രുക്കളായി ക്രിസ്തുവിൻ്റെ ക്രൂശ് നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞു. അത് പൗലോസ് ചൊല്ലുവാണ്, ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ചിലരെ ആണ്ടവരെ ശരിയായി നിങ്ങൾ വിശ്വസിക്കാതെ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ നടപ്പിരിക്കെ നിങ്ങൾ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നടപ്പിരിക്കുക. അത് 19 വാക്യത്തിൽ కొంచెం കൂടെ നമുക്ക് ക്ലിയറായിട്ട് கிடைക്കും. എന്നാ ആ പൗലോസ് പിന്നെ 19 വാക്യത്തിൽ അവരുടെ അവസാന നാശം, അവർക്ക് നാശം താൻ പറ്റും. നാശം എന്ന് ചൊല്ലിയാൽ അവർ നരകത്തിലേ താൻ പോകും. അവർ സ്വർഗത്തിൽ പോവാതെ, അവർക്ക് സ്വർഗമേ கிடைக்காது. കാരണം അവർ ശരിക്കുള്ള വിശ്വാസികളല്ല. അവർ ആടിൻ്റെ ചെന്നായ്ക്കൾ താൻ അവർ ആടിൻ്റെ തോല് ഇട്ടിട്ട് അവർ ആടുപോലെ അവർ പക്ഷെ അവർ എന്നാ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ താൻ എന്ന് എഴുതി വെച്ചിരിക്കണം. നമുക്ക് പിന്നെ വാസിച്ചിടാം. അന്നേരം അവരുടെ സ്വഭാവം അവർ ചെന്നായ്ക്കൾ താൻ. അവർ ദേഹത്ത് ആടിൻ്റെ തോലിട്ടാൽ അവർ ആടായിടുമോ? ഇല്ല. അവർ ആടിൻ്റെ തോലിട്ടിട്ട് അവർ എന്നാ ചെയ്ത ചെന്നായ്ക്കളുടെ സ്വഭാവം താൻ. അവർ സഭയിലുള്ള ആൾക്കാരെ എപ്പോഴും കടിച്ചു കീറണം, അല്ലെങ്കിൽ എപ്പോഴും അവർ നശിപ്പിക്കണം എന്ന് അവർ വിചാരിച്ചുകൊണ്ടേ നടക്കുന്നത്.
அது பெரிய காரியம் தான். നമ്മൾ വിചാരിക്കും അത് ആര് താൻ വിശ്വാസികൾ മാത്രമല്ല, സഭയിൽ നടത്തിപ്പുകാർ താൻ, മൂപ്പന്മാർ അല്ലെങ്കിൽ അവർ சொல்லுക ഞങ്ങൾ താൻ ഈ സഭ ഞങ്ങൾ താൻ പണിതിരിക്കെ ഞങ്ങൾ ആണ്ടവർക്ക് വേണ്ടി ഇന്ന ചെയ്യുക, ഞാൻ ആണ്ടവർക്ക് വേണ്ടി ആണ്ടവരോട് ജപിച്ചുകൊണ്ടിരിക്കുക. അത് അവർ എന്നാ ചെയ്ത് ആടുകളെ മേയ്പ്പാൻ തക്കോണം അവർ ചെയ്യില്ല. ആണ്ടവർ നമുക്ക് ഉദാഹരണം ചൊല്ലിയിരിക്കും. എന്നാ ചൊല്ലിയിരിക്കുക, നമ്മൾ സുവിശേഷം വാസിക്കുമ്പോൾ എന്നാ ചൊല്ലുക, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു. ആ ആട്ടിടയൻ എന്നെ പറ്റി അതിൽ ഒരാട് പോയപ്പോൾ, 99 പോയപ്പോൾ എന്നല്ല ചൊല്ലുന്നത്, എന്നാൽ 99 പോയപ്പം അവൻ അതിൻ്റെ പുറകെ പോയെന്നല്ല, ഒരാട് പോയപ്പോൾ അതിനെ പാത്ത് പോയി അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ കഴുത്തി തോളിൽ ഏന്തി എന്നെ പറ്റിയാച്ചേ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന്, എന്നിട്ട് അവൻ എല്ലാവരെയും വിളിച്ച് ചൊല്ലുക, ഇവൻ കാണാതെ പോയവൻ അവനെ കണ്ടു കിട്ടിയിരിക്കുന്നു. എനിക്ക് தெரியும் ഒരു സഭയിൽ അവർ ചൊല്ലുക എന്നാ தெரியும், എനിക്ക് ഉള്ള എനിക്ക് ആത്മാക്കളെ തന്നെ, എനിക്ക് ഒരു ആത്മാ പോയാൽ എനിക്ക് യാതൊരു ഇங்கே ആണ്ടോർ சொல்ல ഒരാത്മാവ് നല്ലപോലെ പാക്കണം. ഒരാത്മാവ് പോയി കഴിഞ്ഞാൽ ഇടയൻ എന്നെ പണ്ണും, അതിനെ പോയി കൂട്ടിക്കൊണ്ടുവന്നിടും. കാരണം അവന് ആ ആടിനോട് സ്നേഹിക്കുക. കാരണം ഇടയൻ്റെ വേല എന്നതാൻ ആടിനെ പരിപാലിക്കുക, അതിനെ സഹിക്കുക. അതുകൊണ്ട് താൻ യേശുക്രിസ്തു പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ അല്ലെങ്കിൽ നീ എന്നെ നേസിക്കുന്നുവോ എന്ന് ചിലപ്പം അവൻ ചൊല്ലി, ആണ്ടവരെ ഞാൻ നേസിക്കുന്നു എന്ന് ചൊന്നിട്ട് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതായത് എന്നാ ചൊല്ലുന്നത്, നിങ്ങൾ ആടിനെ മേയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ ആടുകൾക്ക് വേണ്ടിയ എല്ലാ ആഹാരമേ നീ കൊടുക്കണം. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ നാം വാസിക്കുമ്പോൾ നമ്മൾ വാസിക്കുന്നത് എന്നാ നമ്മൾ വാസിക്കുന്നത്, പച്ചയായ പുൽപ്പുറത്തിൽ കൂടി നടത്തുന്നു. നമ്മളത് വാസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഇടയനസി അതിന് വേണ്ടിയ തീനി എങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ എവിടെ പച്ചയ പുല്ലിരിക്കുക അവിടെ കൊണ്ടുവന്ന് അതിനെ നടത്തി അവിടെ അതിനെ പരിപാലിക്കുന്നു. അതുമാത്രമല്ല ആറ്റിരിക്കുന്ന തോട്ടത്തിലേക്ക് അവൻ കൊണ്ടുവന്നു, അത് കുടിച്ചിട്ട് എന്നിട്ട് അവൻ അവിടെ കിടന്ന് അത് അയവിറക്കുന്നു, അല്ലെങ്കിൽ അത് ചവച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം വചനം ഇടയൻ്റെ ചുമതലയെന്ന് പറഞ്ഞാൽ വചനം ശരിയായി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ആ ആട് അത് കേട്ട് അത് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിൽ ഉണ്മയായിരിക്കാൻ തക്കോണം ആണ്ടവർക്ക് ചിത്തമായിരിക്കും. അന്നേരം നിങ്ങൾ വിസാരിക്കണം, ஆண்டவர் என்ன இங்கே விசாரிக்கின்றது, ஆண்டவர் இங்கே அப்போஸ்தலன் பவுல் சொல்லுது, നിങ്ങളിൽ ചിലർ ക്രിസ്തുവിന് എതിരായിരിക്കും. 19-ാം വാക്യത്തിൽ നമുക്കൊന്ന് വാസിച്ചാൽ, 19-ാം വാക്യത്തിൽ അവരുടെ അവസാന നാശം, അവർക്ക് നാശം താൻ ഭവിക്കും, അവർ സ്വർഗത്തിൽ പോകാൻ അവർക്ക് മുടിയാതെ. കാരണം അവർ ആണ്ടവരെ വിശ്വസിക്കാതെ അവർ ആട്ടുതോല് തൻ്റെ മുകളിൽ വെച്ച് അവർ ചെന്നായിട്ട് താൻ അവരോട് നമ്മൾ ഭയന്നിരണം. ആണ്ടവർ തിരിയും, ആര് നല്ലവർ. അന്നേരം ഇവൻ ഇങ്ങനെ ചൊല്ലുന്നത്, അവരുടെ അവസാന അവരുടെ ദൈവം വയർ. അവർക്ക് എന്നാ വിലപ്പെട്ടത് വയർ എന്ന ചൊല്ലിയാൽ അവർക്ക് എല്ലാമേ ആഹാരം, சாப்பாடு എല്ലാം ഉണ്മയില്ല. അവർക്ക് വചനമല്ല അവർക്ക് മുഖ്യമായ വിഷയം, சாப்பாடு. അല്ലെങ്കിൽ എപ്പടി പൈസ ചർച്ചിൽ വരുന്ന പൈസ എപ്പടി എനിക്ക് തിന്നണം, അല്ലെങ്കിൽ അവർ എന്തിനു മറ്റുള്ളവരടുത്ത് പോകുന്നു ആ പൈസ വാങ്ങാൻ വേണ്ടി മറ്റും അവർക്ക് ചിത്തമായ കാര്യങ്ങൾ അവർക്ക് വരുമ്പോൾ, ഒക്കെ പ്രയാസം വരുമ്പോൾ, അവരുടെ ദുഃഖം വരുമ്പോൾ അവരെ പോയി സഹായിക്കുന്നുണ്ടോ? എല്ലാ മാസവും ചെന്നിട്ട് ദശാംശം നിങ്ങൾ തന്നിടുക. അത് എന്നതാ
അവരുടെ വയറെന്നതാ, അവർ വയറിന് വേണ്ടി മറ്റും താൻ അവൻ വിസാരിക്കുക. നമ്മൾ വായിക്കും, 19 വായിക്കും, അവരുടെ അവസാനം അവരുടെ ദൈവം, അതായത് അവരുടെ ആണ്ടവർ വയർത്താൻ. അവർ ആണ്ടവരായ യേശു ക്രിസ്തു അല്ല അവരുടെ മുഖ്യമായ വിഷയം, അവരുടെ വയർത്താൻ ദൈവം. അതായത് ആണ്ടവർ താൻ, അവരുടെ വയർ താൻ അവരെ ആണ്ടവർ. അവർക്ക് എപ്പടി പൈസ പിളുങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എപ്പടി വയറ് നിറയ്ക്കാൻ പറ്റും, അത് താൻ പാക്ക്. അയ്യോ, നിങ്ങൾ ரொம்ப ജാഗ്രതയായിരിക്കും. നീ അപ്പടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റിയിട. നിങ്ങൾ വചനം പഠിച്ച് വചനത്തിൽ നിന്നും വചനാനുസരണം നിങ്ങൾ ജീവിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്പടി ചെയ്യാൻ മുടിയാതെ. നമ്മുടെ പഴയ വിശ്വാസികളെ നമ്മൾ പാക്കുമ്പോൾ നമുക്ക് കാണാം, അവരെല്ലാം ഭയങ്കര കഷ്ടതയിൽ, പ്രയാസത്തിൽ, പട്ടിണിയിൽ, അവർക്ക് ആഹാരം ഒരു നേരത്തെ ആഹാരം கிடைക്കാതെ അവർ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുന്നു. അവരുടെ വയറല്ല അവരുടെ ദൈവം. അവരുടെ ദൈവം ഏതാൻ? ആണ്ടവരായ യേശു ക്രിസ്തു. നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വയറ് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ എന്തുവാണ്? അത് നാശം താൻ. നാശം എന്ന് ചൊല്ലിയാൽ നരകാഗ്നി അല്ലെങ്കിൽ തീയിൽ താൻ, നരകത്തിലെ തീയിൽ താൻ പോകേണ്ടത്. അതാണ് നമ്മൾ വാസിക്കും. 19 അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. അതായത് അവർക്ക് അത് അവമാനമാണെങ്കിൽ അവർക്ക് മാനം തോന്നും. ഞങ്ങൾ ചെയ്യുന്നത് എല്ലാമേ ശരി, ഞങ്ങൾ താൻ എല്ലാത്തിനും ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ഇത്ര ഇരിക്കുക, ഞങ്ങൾ ഇത്ര നാൾ തൊട്ട് ഞങ്ങൾ ആണ്ടുവസി ഞങ്ങളെല്ലാം ചെയ്യുന്നു. അവർക്കെല്ലാം അതെല്ലാം ഈ ലജ്ജയായ, അതായത് അവർ തപ്പായി ചെയ്തിട്ടും അവരെന്നാ சொல்லுது, അതെല്ലാം അവർക്ക് അവർക്ക് അതെല്ലാം ரொம்ப സന്തോഷം. ഞങ്ങൾ താൻ എല്ലാത്തിനുമേ. എൻ പ്രിയമാനവരെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുക, ആണ്ടവർ ഇപ്പടിയുള്ള ആൾക്കാരെ നേസിക്കുക. ഇங்கே அப்போஸ்தலனாയ പൗലോസ് വളരെ ക്ലിയറായിട്ട് சொல்லுது. என்ன നല്ല വളരെ ക്ലിയർ, അവരുടെ അവസാനം നാശം. നാശം അത് അവർ സ്വർഗത്തിൽ പോകുന്ന നമുക്ക് ചൊല്ലാൻ പറ്റത്തില്ല. അവരുടെ അവസാനം ഞാനല്ല சொல்லுது, വചനം சொல்லுது. എനിക്ക് ഇതുമായിട്ട് യാതൊരു കാര്യമേ ഇല്ല. നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ തന്നെ ആരെ പരിശോധിക്കണം? നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഞാൻ ചെയ്യുന്ന ശരിയാ തപ്പാ? നിങ്ങൾ ശരിയാ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ്ടവർക്ക് സ്തുതി. അതല്ല നിങ്ങൾ തപ്പാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നരകം താൻ, എരിയുന്ന തീപ്പൊയ്യയിൽ താൻ ഞങ്ങൾ പോകേണ്ടി വരും. തീപ്പൊയ്യയിൽ താൻ പോകേണ്ടി വരും. നമ്മൾ മാനം തോന്നും. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർക്ക് എന്നാ ചിന്ത ഇരിക്കുന്നത്? ഭൂമിയിലുള്ളത്, അതായത് ഭൂമിയിൽ നമുക്ക് கிடைக்கும் അത് താൻ അവരുടെ ചിന്ത. അതായത് അവരുടെ ചിന്ത സ്വർഗത്തിലേക്കുള്ളത്, അല്ല ഭൂമിയിലുള്ള ചിന്ത. ഇത് ഞാൻ ചൊല്ലുകയല്ല, ഇത് വചനത്തിൽ നിന്ന് ഞാൻ ചൊല്ലുന്ന വാക്ക്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒന്നുമേ ചൊല്ലാനില്ല. ഇங்கே അപ്പോസ്തലനായ പൗലോസ് അവരുടെ അവസാനം നാശം താൻ. അവർ ലജ്ജയായത് തന്നെ അവർ പാക്കുന്നത്. അവർ ലജ്ജയായത് മാത്രമല്ല, അവരുടെ ആണ്ടവരെന്ന് ചൊല്ലിയാൽ അവരുടെ വയറ് താൻ. അവർക്ക് എപ്പടി പൈസ ഉണ്ടാക്കണം അത് തന്നെയല്ല, അത് ഭൂമിയിൽ എന്ത് கிடைக்கும் അത് തന്നെ ചിന്തിക്കും. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച്. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവർ നിങ്ങളോട് പേശിയത് നിങ്ങൾ നല്ലപോലെ പാത്തിട്ട് അത് നിങ്ങൾ എപ്പടി വസിക്കുന്നു, നിങ്ങൾ വിശ്വാസികളായവരെ നിങ്ങൾ എപ്പടി വാസിക്കുന്നു നിങ്ങൾ പാക്ക്. ആണ്ടോട് നാം മഹിമ. ആമേൻ.